ആ പിന്നെ നിങ്ങളിവിടെ ഇരിക്കെ, എനിക്കിനിയും കുറച്ചുകൂടെ ജോലിയുണ്ട്. ഞാനിവിടെ തന്നെ കാണും, പിന്നീട് കാണാം. എന്നാ ശരി. ശരി. എല്ലാം ഓക്കെ ആയി. ഇപ്പം അർച്ചന താഴെ വീഴും. ഇനി നാളെ രാവിലെ മാത്രമേ എഴുന്നേക്കുള്ളൂ. എന്താ ഇത്? തല ഇറങ്ങുന്നല്ലോ, കാഴ്ചയെ മങ്ങുന്ന പോലെ. ഒന്നും കാണാൻ വയ്യ. എനിക്ക് തന്നെയാണോ പണി കിട്ടിയത്? മൂർത്തി, തന്നെ ഞാൻ ആതിരേ, അനക്കേ, മക്കളെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ആതിരേ, ഇവരൊക്കെ എവിടെ പോയി? എന്താ അച്ഛാ? അർച്ചന ഇപ്പൊ വിളിച്ചു. എന്നിട്ട് എന്തായി? അവര് മല കയറിയോ? അവര് സന്തോഷത്തോടു കൂടി മല കയറി മുകളിലെത്തി. ഈശ്വര, സമാധാനമായി. അല്ല അങ്കിൾ, കൂടെ പോയ ചേച്ചിയുടെ അവസ്ഥ എന്താ? ആദ്യ വഴിയില് വീണോ അതോ മല കേറിയോ? എല്ലാവരും മല കയറി. ഞാൻ ചോദിച്ചപ്പോ അവന്തിക ഉറക്കമാണെന്ന് അർച്ചന പറഞ്ഞത്. ക്ഷേത്രത്തിൽ ചെന്ന് കയറിയിട്ട് ഈ സമയത്ത് ഉറങ്ങിയെന്നോ? അപ്പൊ നന്നായിട്ട് ക്ഷീണിച്ചു കാണുമല്ലോ. ഏതായാലും അച്ഛന്റെ ടെൻഷനൊക്കെ ഇപ്പൊ മാറിയില്ലേ? ഇനി എന്തെങ്കിലും ആഹാരം കഴിച്ചൂടെ? ദേ, കാണാൻ നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടെങ്കിലേ മരുന്നിന്റെ ബലത്തിലാ നിക്കുന്നെന്നുള്ള കാര്യം അങ്കിള് മറക്കരുത്. ഇന്നത്തെ ദിവസം അങ്കിൾ അരിയാഹാരം ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ദിവസം ആഹാരം കഴിച്ചില്ല എന്ന് കരുതി ചത്തൊന്നും പോവില്ല. ആഹാരം കഴിക്കാതിരിക്കുന്നത് ചത്തുപോകാൻ കാരണമാവില്ല. പക്ഷേ അതിനെ തുടർന്ന് മരുന്ന് കഴിക്കാതിരുന്ന ഉണ്ടാവുന്ന പ്രശ്നം എന്താന്ന് അച്ഛൻ അറിയാലോ. അതിന് മരുന്ന് കഴിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? ഞാൻ കഴിക്കാവല്ലോ. മരുന്ന് പോയെടുത്തോണ്ടോ? അങ്കിളിന് തരാനുള്ള മരുന്ന് ഏട്ടത്തി എന്നെയാ ഏൽപ്പിച്ചിരിക്കുന്നേ. ഞാനത് ഇപ്പൊ എടുത്തോണ്ട് വരാം. ചെല്ല. ആ കുട്ടിയെ പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ, മയങ്ങാനുള്ള എന്തോ ഒന്ന് ശരീരത്തിനകത്ത് ചെന്നിട്ടുണ്ട്. ആ മോര് കുടിച്ചു കഴിഞ്ഞപ്പോഴാ ബോധം കെട്ട് വീണത്. ആരെങ്കിലും അബദ്ധത്തിൽ കൊടുത്തതാണോ? അല്ല, ആരാ മോര് കൊടുത്തത്? അറിയില്ല സ്വാമി. ആരോ ഒരാള് മോരുമായിട്ട് വന്നു. ഞങ്ങൾക്ക് തന്നതുപോലെ ഏടത്തേക്കും കൊടുത്തു. സംഭവിക്കാനുള്ളത് മാത്രമേ ഈ മലമുകളിൽ സംഭവിക്കുകയുള്ളൂ. ആളിന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. പക്ഷേ എപ്പോൾ ഉണരുമെന്നുള്ളത് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ നേരം പുലരുമ്പോൾ ഉണർന്നേക്കാം, അല്ലെങ്കിൽ നാളെ ഇതേ സമയം കഴിഞ്ഞെന്നും വരാം. അത്രയ്ക്ക് ശക്തിയുള്ള ഒന്നാണ്
ഉള്ളിൽ ചെന്നിട്ടുള്ളത്. ട്രീറ്റ്മെൻറ്റിന് വേറെന്തെങ്കിലും സൗകര്യം ഇവിടെ ഉണ്ടോ സ്വാമി? അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഈ രാത്രി ആ കുട്ടിയെയും കൊണ്ട് മലയിറങ്ങുന്നത് അപകടമാണ്. തൽക്കാലം ഞാനൊരു മരുന്ന് തരാം. അത് 2 മണിക്കൂർ ഇടവിട്ട് ചൂടുവെള്ളത്തിൽ കലർത്തി കൊടുത്താൽ മതി. അല്ല സ്വാമി, ഏട്ടത്തെ ഉണരാതെ എങ്ങനെയാ ഇത് കൊടുക്കുക? ഇത് കുടിക്കാനുള്ള ബോധമൊക്കെ ഉള്ളിലുണ്ട്. ശരീരം മുഴുവൻ തളർച്ച ബാധിച്ച പോലെ ആവുമെന്നേ ഉള്ളൂ. കണ്ണുകൾ തുറക്കാൻ പറ്റില്ല, പക്ഷേ വെള്ളം കുടിക്കാം. അപ്പോൾ രാവിലേക്ക് ഉണർന്നില്ലെങ്കിൽ ഏടത്തേക്ക് പൂജ ചെയ്യാൻ പറ്റില്ലല്ലോ സ്വാമി. ആര് പൂജ ചെയ്യണമെന്നും ആരുടെ പൂജ സ്വീകരിക്കണമെന്നും തീരുമാനിക്കുന്നത് ഭഗവാനാണ്. നാളെ എന്തൊക്കെയാണ് പൂജയെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. തെക്കങ്കൂർ രാജവംശത്തിന്റെ കുലദൈവമായ രുദ്രദേവന്റെ മൂലസ്ഥാനമാണിത്. രുദ്രദേവൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീപരമേശ്വരന്റെ ഏറ്റവും രൗദ്രഭാവങ്ങളിൽ ഒന്നാണ്. ഇവിടെ വന്ന് വഴിപാടുകൾ നടത്താൻ ഭാഗ്യം സിദ്ധിക്കുന്നവർ ആ പരമ്പരയുടെ പിൻതലമുറയുമായി എന്തെങ്കിലും ബന്ധമുള്ളവരാകണം. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയൊരു ബന്ധമില്ല. ആ ബന്ധം ചിലപ്പോൾ നിങ്ങൾക്കറിയണമെന്നില്ല. അതല്ലേ സത്യം. അങ്ങനെ ഒരു ബന്ധം നാളെ ഏതെങ്കിലും ഒരു സമയത്ത് വെളിപ്പെട്ട് വന്നാലോ? വരില്ലാന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ വഴിപാടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്വാമി പറഞ്ഞു തരാമോ? ഈ മല കയറുക എന്നത് തന്നെയാണ് ആദ്യത്തെ ഘട്ടം. ഇവിടുന്ന് കുറച്ചു മാറി ഈ ക്ഷേത്രത്തിന്റെ താഴ്ഭാഗത്ത് പണ്ട് അഗസ്ത്യമുനി തപസ്സിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയുണ്ട്. അവിടുത്തെ കൽവിളക്കിൽ നിന്നും പൂജാരി കൊളുത്തിത്തരുന്ന ദീപം അണയാതെ കൊണ്ടുവന്ന ക്ഷേത്രത്തിന്റെ കൽവിളക്കിൽ തെളിക്കണം. അതാണ് വഴിപാടിന്റെ അടുത്ത ഘട്ടം. പിന്നീട് ക്ഷേത്രത്തിനകത്തു നിന്ന് പ്രധാന പൂജാരി നൽകുന്ന പൂർണ്ണ കുംഭവുമായി ക്ഷേത്രത്തിന് 3 വലം വയ്ക്കണം. എന്നിട്ട് അത് മഹാശിവ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യണം. അതോടെ വഴിപാടുകൾ പൂർത്തിയാവും. പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ ഇത് പൂർത്തിയാക്കാൻ അപൂർവ ഭാഗ്യം വേണം. ഞങ്ങളോടൊപ്പം ഈ പൂജ ചെയ്യാൻ വന്ന ആളാ ഏട്ടത്തെ. അതിനുള്ള നിയോഗം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് ആ കുട്ടി ഉണരും. അത് ഭഗവാൻ തന്നെ തീരുമാനിക്കണം. എന്തായാലും ആദ്യം ഈ മലമുകളിലെ സൂര്യോദയം നിങ്ങൾ കാണണം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്ക് ഭഗവാൻ തന്നെ കൊണ്ടുവരും. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ശരി സ്വാമി. ഈ മലമുകളിലെ സൂര്യോദയം കാണുന്നത് 1000 ശിവരാത്രികളുടെ പുണ്യം ലഭിക്കുന്നതിന് തുല്യമാണ്. ഒരുപാട് കേട്ടു ഈ ക്ഷേത്രത്തെക്കുറിച്ചും 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഇവിടുത്തെ പൂജയെക്കുറിച്ചും. ആർക്കും കിട്ടാത്ത സൗഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും കാലങ്ങൾക്കിടയിൽ ഒരു പെൺകുട്ടിക്കും ഈ പൂജ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. കുട്ടിക്കാണ് അതിനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. ഇവിടെ പൂജ നടത്തി കുട്ടി എന്താഗ്രഹിച്ചാലും അത് നടന്നിരിക്കും. ഇത്രയ്ക്ക് ഭാഗ്യം ചെയ്തവരാ ഞങ്ങളെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വെറുതെ ഇവിടെ വന്നു ചേർന്നവരല്ല. ഭഗവാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാണ്. സുരക്ഷിതമായി നിങ്ങളെ ഈ മലമുകളിൽ എത്തിച്ചത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ശരിയാണ്, പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അപകടസന്ധികളിൽ അർച്ചന ചെന്ന് പെടുകയും ചെയ്തു. അവിടെയെല്ലാം രക്ഷിക്കാൻ ഓരോ ആളുകളും വന്നു. അതെല്ലാം ഭഗവാന്റെ നിയോഗമാണെന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് കാത്തിരുന്നവരാ ഞങ്ങള്. ആ ദുഃഖമൊന്നും ആർക്കും അറിയില്ല. ഒരുപാട് വലിയ ഡോക്ടർമാരുടെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് നടത്തി.
ജ്യോത്സ്യന്മാര് ഓരോ വഴിപാടുകളും നേർച്ചകളും പറഞ്ഞ് ഓരോ ക്ഷേത്രത്തിലേക്ക് ഞങ്ങളെ അയക്കും. ഞങ്ങൾ അതെല്ലാം പോയി ചെയ്യും. അപ്പോഴും ഒരു പ്രതീക്ഷയാണ് എല്ലാം ശരിയാവുമെന്ന്. ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പ്രതീക്ഷയുണ്ട്. അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും സഹിച്ച അപമാനങ്ങൾക്കും ഒക്കെ ഒരു ഫലം കിട്ടുന്നുള്ള പ്രതീക്ഷ. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളുടെയും പരിഹാരം ദാ ഇവിടെയുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ളവരെ ഭഗവാൻ കുറേയേറെ പരീക്ഷിക്കും. അത്തരം പരീക്ഷണങ്ങളായിരുന്നു അനുഭവിച്ചതെല്ലാം എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോ അതിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഭക്തിയും മന്ത്രവും മാത്രം പോരാ, ഇതിനൊക്കെ നല്ല ചികിത്സയും വേണം. ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് ഒത്തിരി അഡ്വാൻസ്ഡ് അല്ലേ? ഡോക്ടർമാര് പോലും ഒരു പ്രാർത്ഥനയോടെയാ മരുന്ന് തരുന്നത്. അന്ധവിശ്വാസങ്ങളല്ല അതൊന്നും. ഒരു രോഗിക്ക് ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോ അത് ഫലിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഓരോ ഡോക്ടർമാരുടെ മനസ്സിലുമുള്ളത്. അതുപോലെ തന്നെയാണ് പൂജയും പ്രാർത്ഥനയും എല്ലാം. ഓരോ മന്ത്രങ്ങൾ ജപിച്ച് പൂജ നടത്തുമ്പോഴും ഒരു തവണ പോലും മന്ത്രങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ ഞങ്ങൾ പൂജാരിമാർ പോലും പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ദൈവത്തിലുള്ള വിശ്വാസം അന്ധമാകാം, പക്ഷേ അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകരുത്. അത്രയേ ഉള്ളൂ. ആ, പൂജയ്ക്കുള്ള സമയമായി. വരും. ആ, വാർസൻ. ഭഗവാനെ, ഒരുപാട് പ്രതീക്ഷകളോടെ ഞാൻ ഈ മല കയറി വന്നത്. അങ്ങയുടെ മുമ്പിൽ വരുന്ന എല്ലാ ഭക്തർക്കും അനുഗ്രഹം നൽകുന്ന ആളല്ലേ. എൻ്റെ സങ്കടത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. എന്നെ ഉറക്കിക്കിടത്തിയിട്ട് നീ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങിക്കാന്ന് കരുതിയോ? നിന്നേക്കാൾ മുമ്പേ ഈ ദീപം ഞാൻ അവിടുത്തെ കൽവിളക്കി കൊണ്ടുപോയി കത്തിക്കും, അനുഗ്രഹം വാങ്ങുകയും ചെയ്യും. എഴുന്നേറ്റായിരുന്നോ? എന്തൊരു ഉറക്കമായിരുന്നു. ഞാൻ എണീക്കില്ലെന്ന് നീ കരുതിയോ? ഒറ്റയ്ക്ക് ദീപം കത്തിച്ച് കൽവിളക്കി കൊണ്ടുപോയി വെച്ച് അനുഗ്രഹം വാങ്ങാന്ന് കരുതിയോ? ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉള്ളതാ. ഈ വഴിപാട് പൂർത്തിയാക്കുന്നവർക്ക് മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം കിട്ടും. ആ അനുഗ്രഹം ഞാൻ തന്നെ വാങ്ങിക്കും. നല്ല കാറ്റാണല്ലോ തിരുമേൻ. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. കാറ്റില്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പൂജ പൂർത്തിയാക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടുമില്ല. ഇവിടെ നിന്നും ഞാൻ കൊളുത്തിത്തരുന്ന ദീപം കാറ്റിലണയാതെ ആ കൽവിളക്കിൽ കൊണ്ടുപോയി കത്തിക്കണം. അത് കത്തിക്കുന്നവർക്ക് മാത്രമേ പൂർണ്ണകുംഭം അഭിഷേകം ചെയ്യാനുള്ള അവസരം കിട്ടൂ. മഹാദേവനും പാർവതീദേവി അനുഗ്രഹിച്ചാൽ പിന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. ഞാൻ ദീപം പകർന്നു തരാം.
ഭഗവാനെ എന്നെ മാത്രം അനുഗ്രഹിക്കണേ. മനസ്സിൽ നാമജപമല്ലാതെ മറ്റൊരു ചിന്തയും പാടില്ല. ഞാൻ മനസ്സിൽ പറഞ്ഞത് ഇയാളെങ്ങനെ അറിഞ്ഞു? പൂജാരിയാണ്, കൊള്ളാമല്ലോ. മനസ്സ് ശുദ്ധമായിരിക്കണം. അശുഭചിന്തകൾ ഒന്നും പാടില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല തിരുമേനി. ഇനി മറ്റു വല്ലവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല. ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ. എല്ലാം തീരുമാനിക്കുന്നത് മഹാദേവൻ തന്നെയാണ്. പ്രാർത്ഥിച്ചോളൂ. മഹാദേവ ഭഗവാനെ, ഇവരെ അനുഗ്രഹിക്കണമേ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കാറ്റിന്റെ ദിശ നോക്കണം. അതിനനുസരിച്ച് വേണം നടക്കാൻ. പടിഞ്ഞാറൻ കാറ്റ് വളരെ ശക്തമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ കയ്യിലെ ഈ ദീപത്തിന്റെ ശക്തി. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ദീപം അണയില്ല. ഇനി നടന്നോളൂ. എല്ലാം ശുഭമായി വരും. ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ. മഹാദേവ. അവരെ കണ്ടില്ലല്ലോ തിരുമേനി. വരും. പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അവരിപ്പോ വരും. ദൈവമേ, എങ്ങനെയെങ്കിലും ഇവളുടെ കയ്യിലെ ദീപം അണഞ്ഞാൽ മതിയായിരുന്നു. ഭഗവാന്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വഴിപാട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു.
പുറത്തെ കൽവിളക്കിലാണ് ദീപം തെളിയിക്കേണ്ടത്. ശരി സ്വാമി. ശരി, നടന്നോളൂ.